നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു അപൂർവ രോഗത്തിനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ രോഗത്തിന്റെ പേര് നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ 6 റിയാലിറ്റി ഷോയിലെ ഒരു മത്സരാർത്ഥി അർജുൻ, അദ്ദേഹത്തിന്റെ സെൽഫ് ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെ പറ്റി പറയുകയുണ്ടായി. അപ്പൊ ഹിരായാമ ഡിസീസ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. ഹിരായാമ ഡിസീസിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഹിരായാമ വളരെ റെയർ ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷനാണ്. ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ്. 1950 ശേഷമുള്ള കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരായാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഈ അസുഖത്തിന് വന്നതും ഹിരായാമ ഡിസീസ് എന്നുള്ളൊരു പേര് ഇതിന് കിട്ടിയതും. മെഡിക്കലി ഇതിനെ ജുവനൈൽ മസ്കുലർ അട്രോഫി ഓഫ് ഡിസ്റ്റൽ അപ്പർ എക്സ്ട്രിമിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൽ അപ്പർ എക്സ്ട്രിമിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കൈത്തണ്ടയാണ്. കൈത്തണ്ടയ്ക്കുണ്ടാകുന്ന മസ്കുലർ അട്രോഫി, അതായത് കൈത്തണ്ടയിലെ മസിലുകൾക്കുണ്ടാകുന്ന ബലഹീനതയാണ് ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലും ആൺകുട്ടികളിലാണ് കണ്ടുവരുന്നത്. പെൺകുട്ടികളിൽ അങ്ങനെ കാണാറില്ല. ആൺകുട്ടികളിൽ, അതും അഡോളസെൻ്റ് ഏജ്, കൗമാരക്കാരായ ആൺകുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 10-15 വയസ്സായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് വളരെ പതിയെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു അസുഖമാണ് ഈ ഹിരായാമ ഡിസീസ്. ഇതൊരു ന്യൂറോ രോഗമാണ്. നമ്മളെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. പ്രധാനമായിട്ടും കഴുത്തിലെ ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. അപ്പം സെർവൈക്കൽ മൈലോപ്പതി എന്ന് പറയും. കഴുത്തിലെ ഞരമ്പുകളെയാണ് ഈ ഒരു അസുഖം ബാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ശോഷണാവസ്ഥ തന്നെയാണ്. കൈത്തണ്ടയുടെയും കൈകളുടെയൊക്കെ ബലഹീനതയായിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് കുട്ടികൾക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട്, അതായത് എഴുതുമ്പോൾ കൈകൾക്ക് ബലഹീനത അനുഭവപ്പെടുകയും കറക്റ്റായിട്ട് കുട്ടികൾക്ക് എഴുതാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഇത് മിക്കവാറും കേസുകളിൽ നോട്ടീസ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പതിയെ വസ്തുക്കൾ കയ്യിൽ പിടിക്കാൻ പറ്റാതെ വരും. ഹിരായാമ ബാധിച്ചവരുടെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ചും കൈത്തണ്ട നോക്കിയാൽ കൈത്തണ്ട വളരെ തിന്നായിരിക്കും, ചെറുതായിട്ടായിരിക്കും കാണുന്നത്. കാലുകൾ പൊതുവെ നോർമലായിരിക്കും. കൈത്തണ്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ബലഹീനത കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് തണുപ്പ് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അസ്വസ്ഥതകളൊക്കെ തണുപ്പ് കൂടുമ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അസുഖത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാലും എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ നെക്ക്, കഴുത്ത് നമ്മൾ ഓവറായിട്ട് ഫ്ലെക്സ് ചെയ്യുകയാണ്. ഓവറായിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നട്ടെല്ലിലൂടെ നമുക്ക് സുഷുമ്നാ നാഡി പോകുന്നുണ്ട്. ഈ സുഷുമ്നാ നാഡി ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാകാം ഈ ഒരു അസുഖം ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. എനിവേ, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തൻ്റെ കൈകളുടെ ബലഹീനതയെ ഒരു കുറവായി കരുതാതെ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തനിക്കിങ്ങനെയൊരു രോഗമുണ്ടെന്ന് യാതൊരു സൂചനയും നൽകാതെ തൻ്റെ രോഗാവസ്ഥയും ശരീരത്തെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഗെയിമിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ പെർഫോമൻസ് തികച്ചും ഇൻസ്പയറിങ്ങും അഭിനന്ദനാർഹവുമാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് കൂടെയുള്ള മറ്റുള്ളവർക്ക് പോലും ഇതിനെപ്പറ്റി മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, എക്സർസൈസ് ആണ് ഇത്രയും ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഹിരായാമ ഡിസീസിനെ സംബന്ധിച്ച് അതിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനൊന്നുമില്ല. എക്സസൈസ് തന്നെയാണ് ഈ ഒരു ഹിരായാമ ഡിസീസിനെ മാനേജ് ചെയ്യാനുള്ളൊരു വഴിയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ കൃത്യമായി ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ എടുത്ത് അതിന് വേണ്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം.